അപ്പൊ ചേട്ടാ നമ്മളുടെ 4th ഡേ ട്രിപ്പ് നമ്മൾ തുടങ്ങി കേട്ടോ. മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സജീവ് is here and he is taking us a great start ആണ് 4th ഡേ. ഇത് ബസ് സ്റ്റോപ്പ് ആണ്. അല്ലല്ല, ഞാൻ ഇവിടെ ചിരിക്കണ്ടിന്ന് പറഞ്ഞിട്ട് കമ്പനിയിലെ ലീഗൽ മാനേജറാണ്. ലീഗൽ, സോ യു ലോ ആണല്ലേ? വെരി ഗുഡ്. ഒരാള് ചേഞ്ച് ഒരാളെ കണ്ടു. ഈ ലൈനിൽ കൂടി ഞങ്ങൾ ഇന്നലെ വന്നില്ല കേട്ടോ. ഈ ലൈനിന്റെ പേരെന്താ? ഇത് ജലൻ മന്തേരി എന്നാണ്. ആ, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് ബ്രൂണൈ അവസാനിക്കും. സീൽ ചെയ്തിട്ട് അവിടെ സുൽത്താൻ വരുന്ന ഹെൽപ്പാട് അതെവിടെയാ? നമ്മൾ വന്നിട്ട് കുറച്ച് ഫ്രണ്ട് ഓ. തിരിച്ചു. ഇത് KB റിവർ. സജീവ് പ്ലീസ് ലുക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കണ്ടോ, എല്ലായിടും സ്കൂളുണ്ട്. പോപ്പുലേഷൻ കുറവാണെങ്കിലും ഇവരുടെ സ്കൂൾ നോക്കിയത് സ്കൂൾ. ഇന്ന് മലയാളി അസോസിയേഷൻ്റെ ഒരു ഓണർ കിട്ടാൻ പോവുകയാണ് ഞങ്ങൾക്ക്. ഓക്കെ, we are having a good great day with the Malayali Association of Brunei and we are blessed to be with these guys. Okay, President. Hi, Sajeev was in touch with us to get connected here and we are happy for the warm hospitality. Sure and we are happy to be here at CJ restaurant also. It's a great and Baiju. Okay, റെസ്റ്റോറന്റിന്റെ അകത്ത് കയറാൻ സമ്മതിക്കണേ. ഇപ്പോഴല്ല, ഇതൊക്കെ കഴിഞ്ഞു. താങ്ക് യു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി മലയാളി അസോസിയേഷൻ. ഇവിടെ വരാത്തവർക്കും ഞങ്ങളുടെ റിഗാർഡ്സ് ആൻഡ് താങ്ക്സ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ. അങ്ങനെ മലയാളി അസോസിയേഷനിലെ പ്രോഗ്രാം കഴിഞ്ഞ് ഇതാ പ്രസിഡന്റ് ശ്രീ സജി ഞങ്ങളെ അങ്ങ് കൊണ്ടുപോവുക ഹോട്ടലിലേക്ക്. And today we are going to leave this KB to Bendhar. We are planning a bus ride today. District office. District office. Oh. District office. ഇവിടെ ഒരു അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സുൽത്താന്റെ ഒരു ക്യാമ്പാണ്. ഇവിടുത്തെ ഏട്ടിയത്തിനായിരുന്നു ഇവിടുത്തെ. ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കും. എല്ലാവർക്കും എല്ലാവർക്കും ഷേക്കൻ്റെ ആളും നിൽക്കുന്നവർക്കെല്ലാം ഈ ഹെലിപ്പാഡിൽ വന്നിട്ടാണ്. നമ്മുടെ ഓണറബിൾ സുൽത്താൻ വരുന്ന ഹെലിപ്പാഡാണ് കേട്ടോ ഇത്. കോടതിയാണ് ഏത്? കോർട്ട് ഓഫ് KB. അങ്ങനെ മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാം കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ തിരിച്ചെത്തി. അപ്പൊ താങ്ക്സ് കേട്ടോ സജീവ്. We are so grateful. Now Anil is here. And we are leaving KB, a beautiful place, and Syria. We are going to Bendhar. അല്ലേ അനിൽ? അതെ. Yeah. അതായത് വളരെ പഴയ റോഡാണ്. അപ്പൊ ഇത് പണ്ട് നമ്മൾ മിറിയിലേക്ക് മലേഷ്യ പോകുമ്പോ ഫെറിയാണല്ലോ പോയിരുന്നത്. ഫെറിയിലേക്കുള്ള റോഡാണ്. അതിനുശേഷമാണ് റിസർവ് ബ്രിഡ്ജ് വന്നതിന് ശേഷമാണ് പിന്നെ മലേഷ്യയിലെ അവിടുത്തെ സീ പോർട്ടിന്റെ പേരൊന്ന് പറഞ്ഞേ. മെറി. ആൻഡ് ഓൾസോ ഞങ്ങള് പെനാങ്ങിലും പോയി ഒരിക്കൽ നാട്ടിൽ പോയിട്ടുണ്ട്. പെനാങ് സിംഗപ്പൂർ അല്ലേ? യാ, അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. ഇത് മെറിയാണ്. മെറിയിലേക്ക് പണ്ട് പോയിരുന്ന റോഡാണത്. ഇതിപ്പോ ഫെറിയിലേക്കാണ് പോകുന്നത്. പണ്ട് ഫെറി ആയിരുന്നു നമ്മുടെ പോയത്. പെനാങ്ങിൽ പോയത് ബൈ എയർ ആണ് ലാസ്റ്റ് പോയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഫെറിയിലേക്കും മെറിയിലേക്കും ഫ്ലൈറ്റ് ഉണ്ടോ? 62-ല് 61 60-ലൊക്കെ ഫ്ലൈറ്റ് ഉണ്ടാവണം. അല്ല, മെറിയിലേക്ക് ഫ്ലൈറ്റ് ബൈ റോഡാണല്ലേ. പക്ഷെ എൻ്റെ ഓർമ്മ മുഴുവൻ ഈ കുഞ്ഞു സ്ഥലത്തേക്ക് നമ്മൾ ബൈ എയറും, അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോണത് റജീന എന്നൊക്കെ പറഞ്ഞ് 2 ഷിപ്പുണ്ട്. രണ്ടിലും കയറിയിട്ടുണ്ട്.
അന്നത്തെ കാലത്ത് അടിപൊളി ഷിപ്പായിരുന്നു കേട്ടോ. പൈപ്സ് എല്ലാം ഓഫ് ഷോർ എന്ന് പറയുമ്പോ എണ്ണയല്ലേ കൊടുക്കുക? അല്ല, അതിന്റെ പൈപ്സ് ഒക്കെ എന്തോ ഒരു വലിയ ഒരു സംഭവമാണ് ഈ ഷെൽക്കോ അല്ലേ ഇവിടെ. ഇവരുടെ സമ്പത്ത് തന്നെയുണ്ട് ഏഷ്യയാണോ അപ്പുറം? അല്ല, സ്റ്റിൽ ബ്രൂണയുടെ ബോർഡറാണ്, ബ്രൂണയുടെ സ്ഥലമാണ്. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ മെറി ബോർഡറായി, മലേഷ്യൻ ബോർഡറായി. അപ്പൊ നമ്മൾ എങ്ങനെ ആ 10 കിലോമീറ്റേഴ്സ് കവർ ചെയ്യും? റോഡ് ഉണ്ട്, ബൈ റോഡ്. സോ വി ആർ ഗോയിങ് ബൈ റോഡ് ടുഡേ? നോ വി ആർ ഗോയിങ് ബൈ. ഞാൻ ജസ്റ്റ് കാണിക്കാൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ദിസ് ഈസ് ദ ഫെറി ആൻഡ് നമുക്ക് മെറിയിലേക്ക് പോവാൻ. ദാറ്റ് ഈസ് ദ മലേഷ്യൻ ബോർഡർ, റൈറ്റ്? യാ, അത് കൊള്ളാലോ. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിട്ടുണ്ട്. കിലോമീറ്റർ നമ്മൾ എങ്ങനെ പോവും? അല്ല, ഈ ഫെറി കൂടി. ഓ, അപ്പൊ നമ്മുടെ കാർ കയറി പോവാനായിട്ട് ചങ്ങാടം ഉണ്ടോ ഇപ്പൊ? നമ്മുടെ മൂത്ത കുന്നത്തൊക്കെ ഉള്ള പോലെ ഇപ്പൊ ബ്രിഡ്ജ് വന്നപ്പോ അവിടെ അതൊക്കെ ഇല്ലാതെയായി. പണ്ട് നമ്മൾ ഗുരുവായൂർ പോണത് ചങ്ങാടത്തി കാർ കയറ്റിക്കണ്ടല്ലേ. സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ അതിന്. മെറി ഞങ്ങളുടെ പ്ലേസോ? അല്ല, ഞങ്ങള് പറഞ്ഞില്ലേ കൊല്ലം പരവൂരാണെന്ന്. രണ്ടുപേരും. ഞങ്ങളിപ്പോ ആലുവക്കാരായെന്ന് പറഞ്ഞപ്പോ മോർ ദാൻ 50 ഇയേഴ്സ് ആലുവയിലായി. കടുങ്ങല്ലൂർ എന്നൊരു പഞ്ചായത്ത് കേട്ടിട്ടില്ലേ? അവിടെ ഞങ്ങളൊരു 5 വർഷം റെന്റിന് താമസിച്ചു. പിന്നെ ഞങ്ങൾ പ്രോപ്പർട്ടി നോക്കിയത് ആലുവയിൽ തന്നെ നോക്കി. കാര്യം അന്ന് ഇന്നത്തെ പോലെ ബസ്സൊന്നും ഇല്ല. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ കളക്ടറേറ്റിൽ പോവാൻ, എൻ്റെ മീറ്റിങ്ങിന് പോവാൻ. അങ്ങനെയാണ് ഞങ്ങൾ ആലുവ നോക്കിയത്. അതൊരു ദൈവാധീനത്തിന് അങ്ങനെ അങ്ങ് കിട്ടി. ഓ, പഴയ പോസ്റ്റ് ഓഫീസ്. ഇപ്പൊ ഇത് അബാൻഡൻഡ് ആണോ? അപ്പൊ ഈ അബാൻഡൻഡ് ആക്കി ഇങ്ങനെ വെക്കണേ എന്തിനാ? അവർക്ക് എന്തെങ്കിലും തുടങ്ങി കൂടി അതിനകത്ത്? ഈ ബിൽഡിംഗ് പറഞ്ഞു തന്നു സജീവ്. അതെന്താ പറയുക? റെഡ് റൂഫ് ഡിസ്ട്രിക്ട് ഓഫീസ്. നേരത്തെ നമ്മൾ കണ്ട അബാൻഡൻ ബിൽഡിംഗ് ഒക്കെ ഞാൻ കുഞ്ഞിലേ ഉള്ളപ്പോൾ ഇവിടെ ഉള്ളതാണ് കേട്ടോ. ബ്രൂണയില് ഞങ്ങള് ഒരു രസം കൂടി വ്യൂവേഴ്സിനോടുകൂടി ഷെയർ ചെയ്യുവാണ്. ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഓഫീസർ ഇത് നോക്കിയിട്ട് പറഞ്ഞു, ആരാ അവിടെ ഉള്ളത്, എന്താ പോണത് ബ്രൂണയിലെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ. ഞാൻ പറഞ്ഞു. അപ്പോഴത് ആ ഓഫീസർക്കും വണ്ടർ. അദ്ദേഹം പറയുന്നു, എന്തെങ്കിലും ഒരു ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു പഠിക്കാനോ ജോലിയുടെ കാര്യത്തിന് ആൾക്കാർ പോവാറുണ്ടോ? സോഷ്യൽ വിസിറ്റ് അധികം കണ്ടിട്ടില്ല, അതാ ചോദിച്ചത്. അത് ശരിയാ. ഞങ്ങളുടെ ട്രാവൽ ഏജന്റിനാണെങ്കിലും ട്രാവൽ ഏജന്റ് പറഞ്ഞു മാക്സിമം 3 days മതി, നിങ്ങൾക്കൊന്നുമില്ല അവിടെ. ഇവിടെ ഞാൻ എൻ്റെ ചെറുതിലെ നാഷണൽ ഫോറസ്റ്റിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിപ്പോൾ പേര് പറയണതാണ് നാഷണൽ ഫോറസ്റ്റ്. ഇതുപോലെ കാട്ടിനകത്തൂടെ അതൊരു സ്പോർട്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അത് ലാബി ഫോറസ്റ്റ് ആയിരിക്കും. താങ്ക് യു. അതൊരു വലിയ സംഭവമായിരുന്നു. അത് ഒരു വീട്ടുകാർ ഒറ്റയ്ക്ക് പോകില്ല, 2 or 3 വീട്ടുകാർ. KB ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിന്റെ ഫുൾ നെയിം എന്താ? വലിയ ക്യാമ്പസ് ആണല്ലോ. ഞങ്ങളിതാ അനിലിന്റെ വീട്ടിലാണ്. അനിലേ നമ്മുടെ എഴിക്കരയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒരു ജില്ലക്കാരാണ്. നോക്കൂ വീട്. പറവൂർ എഴിക്കര. ഓക്കെ, താങ്ക് യു. വി ആർ കമ്മിങ്. മഞ്ജു, സോ നൈസ് ഓഫ് യു ഗൈസ്. നോക്കൂ, ഇത് കംപ്ലീറ്റ് മഞ്ജുവിന്റെ ആണല്ലേ. സോ എക്സിബിഷൻ ഒക്കെ. ഇതാരാ? ഏത് മോളാ ഇത്? വലിയ മോളാണോ കൊച്ചു മോളാണോ? ചെറിയ മോളാണ്. ചെറിയ മോളുടെ വയലിൻ ഉണ്ടായിരുന്നു സുൽത്താന്റെ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞു. അത് ഞാൻ വീഡിയോയിൽ വന്നില്ല. ഒരുപാട് സന്തോഷം.
അതാണോ ചെറിയ മോള്? നോ ദാറ്റ്സ് യുവർ ക്ലാസ്. ഓക്കെ ഓക്കെ, അവരെ നമുക്ക് എടുക്കണ്ട. അല്ല, വേറെ കുട്ടികളെ നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിരിക്കുന്നു വീട്. മോളല്ല, അമ്മ. മഞ്ജു, മഞ്ജു. വാവ്. നോക്കൂ കുഞ്ഞുങ്ങള്. പക്ഷേ ഈ അമ്മൂമ്മ ജനിച്ചത് 1953. അമ്മൂമ്മ ഇവിടെയാണ് ജനിച്ചത്, അറിയോ? So I lived here up to 1963. Then say bye to this country and went to India. Now we both are global travelers. Yeah. അപ്പൊ ഞങ്ങൾ ജനിച്ച സ്ഥലം കാണാൻ വന്നിരിക്കുക. മഞ്ജു, എന്റെ ചേട്ടനും ഉണ്ട്. ലുക്ക്, രാധാകൃഷ്ണ, റൈറ്റ്? Awesome. Congrats. Wow, all the best wishes. Wow, ഒരു ആർട്ടിസ്റ്റിനെ ഇവിടെ വന്ന് കണ്ടു കേട്ടോ. അപ്പൊ ഒത്തിരി ഇതൊക്കെ റെക്കഗ്നീഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഞങ്ങൾ ബ്യൂട്ടിഫുൾ കപ്പിൾ മഞ്ജു മെന്നാനിന്റെ വീട്ടിൽ നമ്മൾ കയറിയല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കോൺവെർസേഷൻ ചെയ്യുക. നോക്കൂ, അപ്പൊ ഈ ബ്യൂട്ടിഫുൾ ഫാമിലിയോട് ബൈ പറയാൻ നേരമായി. ബട്ട് ദേ ആർ ടേക്കിംഗ് അസ് ടു ബന്ദർ. അപ്പൊ ഇനി കാറിലിരുന്ന് വർത്താനം പറയാം. ഈ ബ്യൂട്ടിഫുൾ ഹോമിൽ അല്ലേ? അതെ, കാറിലിരുന്ന് കുറെ സംസാരിക്കാനുണ്ട്. തീർച്ചയായിട്ടും കേട്ടോ. ഞാൻ സംസാരിക്കുന്ന കൂടി പോണെങ്കിൽ എന്നോട് നിർത്തിക്കൊള്ളാൻ പറയണം. എന്നിട്ട് യു സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. ഹായ് അനു. കൊട്ടാരക്കരയാണോ? ഓ, ഗണപതി അപ്പന്റെ അടുത്ത്. ഞങ്ങള് കൊല്ലം പരവൂരാ ഞങ്ങളുടെ ബേസ്. ഓക്കെ, നൈസ് ടു മീറ്റ് യു. മോളെ കണ്ടു കേട്ടോ. മോളെ ഞങ്ങൾ ഇതിനകത്ത് ഇന്ന് എന്റെ 4th ഡേ ബ്രൂണൈ ഡയറി വരും. അപ്പൊ അതിൽ നിങ്ങളൊക്കെ ഇല്ല. താങ്ക് യു. ഇതാ അനൂപിന്റെ മകൾ. പേര് പറ മുത്തേ. ആദിശ്രീ. നീ ആദി ബോയ്സിനെ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ബൈ പറയുവാണ്. ഞങ്ങള് അമ്പലം ഗൂർഖ റെജിമെന്റിലെ ഷെൽക്കോടെ പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നത്. ഇതാ ലഞ്ചിന്റെ ടൈമായി. ഞങ്ങൾ ബന്ദറിലെത്തി. ഷോപ്പിംഗ്, ഇതിന്റെ പേര് പറഞ്ഞ ഫുഡ് കോർട്ടിന്റെ അവിടേക്ക് വന്നിരിക്കുവാണ്. നമുക്ക് ഇന്ത്യൻ വേണ്ട എന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. നമ്മളൊരു നാട്ടിൽ പോകുമ്പോൾ ആ നാട്ടിലെ കഴിക്കണ്ടേ. അങ്ങനെ ഞങ്ങളിപ്പം മലയാണോ ചൈനീസാണോ അത് ബ്രൂണൈ ആണോ അങ്ങനെ കയറാൻ പോവാ കേട്ടോ. കയറിയിട്ട് ബാക്കി വിശേഷം. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുവാണ്. ഇത് ബന്ദറാണ്. ബന്ദർ ഇസ് ദ ക്യാപിറ്റൽ. ബന്ദർ ശ്രീ ഭഗവാനാണ്. ഞങ്ങളെ കാത്തവരോട് നിൽക്കുന്നു. കണ്ടോ, ഏത് റെസ്റ്റോറൻറ്റാണ് നമ്മൾ പോണത്? ഞങ്ങളെ കയറ്റിയിരിക്കുന്ന കേട്ടോ. ലെറ്റ് us see what is inside ഗോൾഡൻ ലീഫ് റെസ്റ്റോറൻറ്റ്. കൊള്ളാലോ, കണ്ടിട്ട് നല്ല ആംബിയൻസ് ഉണ്ടല്ലോ. മഞ്ജു, രാജാവ് സ്റ്റെപ്പൊക്കെ കയറി നമുക്ക് മോളിൽ പോവാം. ഞങ്ങൾ റെഡിയായി ഇരിക്കുക. ഞങ്ങൾ വി ആർ റെഡി. ഡെലിക്കസീസ് ഇസ് ഹിയർ. ഇതെന്താടാ? പ്രോണാണ്. ഇതാണോ സത്തം? This is butter prawns. ഇത് Butter prawns. ബട്ടർ പ്രോൺസ്. ടോഫു. മഞ്ജു വെജിറ്റേറിയൻ ആട്ടോ. ഇത് കുറച്ചെങ്ങാണ്ടേ കഴിക്കുള്ളൂ ഫിഷ്. ഇതെല്ലാം നമ്മളെ വിചാരിച്ച് കൊണ്ടുവന്നിരിക്കുക. എല്ലാത്തിനും താങ്ക്സ് പറയുക കേട്ടോ. നമ്മുടെ അവിടെ കിളിക്കൂടെന്നും പറഞ്ഞിട്ട് ഒരെണ്ണം ഇങ്ങനെ. ഇത് വേറെ എന്തോ കഴിക്കാൻ തുടങ്ങിക്കൊള്ളൂ കേട്ടോ. നമ്മൾ എടുത്തോളാം കേട്ടോ. I feel nostalgic when I see this food. ഇത് നടന്ന സൊത്തോങ് വെച്ചിരിക്കുവാണ്. പക്ഷെ അത് ഇങ്ങനെയല്ല ഇരുന്നത്. ഇതൊക്കെ പരിഷ്കാരി സൊത്തോങ് ആയിരിക്കും. ഞാനൊരു 60 കൊല്ലം മുമ്പുള്ളതല്ലേ പറയുന്നത്. ബട്ടർ ആൻഡ് എഗ്. ഓക്കെ, എത്ര യുണൈറ്റഡ് ആണ് ഇവിടെ മലയാളി അസോസിയേഷൻ മെമ്പേഴ്സ് അല്ലേ ഏട്ടാ? അതെ, അതിലും മഞ്ജും കൂടെ ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങളെ ഗംഭീരമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളതേ ഹാൻഡ് ഓവർ ചെയ്യാൻ വന്നു. ഡ്രൈവറിന്റെ കൂട്ടത്തിലാണ് ഇയാള് പറയില്ല, സന്തോഷ് ജോർ പറയുന്ന പോലെ
രാജീവാണ് ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയത് KB-യിൽ. സോ ഹീസ് ഹിയർ ഇൻ ബെൻഡർ. കൈമാറാൻ പോടൂ. നമുക്കേ മഞ്ജു ഒരു ഫോട്ടോ എടുക്കണം 5 പേർ കൂടെ. ഓക്കെ. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറഞ്ഞു? ബത്ത് ബർസൂറത്ത്. ബത്ത് ബർസൂറത്ത്. ബത്തു മീൻസ് കല്ല്. കല്ല് കൊടുത്ത സൂറത്ത് മെസ്സേജ് ആണ്. അപ്പൊ ബർസൂറത്തിന് പക്ഷെ നല്ലൊരു മീനിങ് ഉണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും സ്ഥലത്തിന്റെ പേര് വന്നിരിക്കും. അപ്പം ഞങ്ങളുടെ ആഫ്റ്റർനൂൺ ലാപ്പ് തുടങ്ങി കഴിഞ്ഞു. ഞങ്ങളുടെ സാരഥി ഇതാ ശ്രീ രാജീവ് കൈലാസ് എത്തിയിരിക്കുന്നു. വണ്ടി ഇതുവരെ ഗ്രൗണ്ട്, പോളോയുടെ ഗ്രൗണ്ട്, തൊട്ടപ്പുറം റൺവേ. എയർപോർട്ട് റോഡാണ്. ഇതിന്റെ അടുത്തൂടെ നല്ലതാണ്. ഓ മൈ ഗോഡ്, ഇതെനിക്ക് കിട്ടിയില്ലായിരുന്നു. ബ്രൂണൈ ഇന്റർനാഷണൽ എയർപോർട്ട്. സൂപ്പർ. കാരണം ടൈറ്റസിന് ഇപ്പൊ ലീവിലാണല്ലോ. ടർക്കി എംബസിയുടെ ഒരു പ്രൊവിഷൻ കണ്ടോ. ഇന്ന് ഞങ്ങൾ ജെസ്സിയുടെ വീട്ടിലാണേ. ജെസ്സി, ടൈറ്റസ് ആൻഡ് ഡാനി, we are the guest here. നോക്കൂ ജെസ്സി എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണേ നോക്കൂ. നമ്മളെ നെയ്മീൻ വറുത്തത് നിറച്ചുണ്ട് കേട്ടോ. പിന്നെ അവരെ വീട്ടിലെ മാങ്ങ നോക്കിയേ. ജെസ്സിക്കുട്ടി മാങ്ങ ചെത്തന ഉണ്ടോ. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കറിയാലോ, ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ, എനിക്ക് ഫിഷ് ഹെഡാണ്. ഈ ഫിഷിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വേർ ഇസ് ദ ഫിഷ് ഹെഡ്? പാല് പൊങ്ങിയാതാ ഞാൻ ഉച്ചയെടുത്തത്. ഇത് നോക്കിയേ, നല്ല ഫിഷ് ഹെഡ് മുളകിട്ട് വെച്ചിരിക്കുന്നത്. സൂപ്പർ കേട്ടോ ജെസ്സി, താങ്ക് യു. എങ്ങൊന്നും ഒന്നും കഴിക്കില്ല, എങ്ങൊന്നും ഒന്നും കഴിക്കില്ല. രാത്രി തിരിച്ച് ഡിന്നറിന് ഇവിടെ എത്തും. ഓക്കെ. സോഷ്യൽ വിസിറ്റ് ആ വന്നെങ്കിലും എല്ലാവരുടെ വീട്ടിലും കേറിയിട്ടേ പോകുള്ളൂ. ഇതാ ഇപ്പൊ രാജീവിന്റെ വീട്ടിൽ നിൽക്കുന്നു. ലുക്ക് അറ്റ് ദ ബിഗ് ഹൗസ്, സോ സ്പേഷ്യസ് ഇവിടത്തെ വീടൊക്കെ. ലുക്ക് അറ്റ് ദ ലോൺ. ഇവിടെയൊക്കെ കിടന്ന് ഉരുളാം. ഇതാരുടെ പറമ്പാ? പിന്നെന്താ ഫെൻസ് ഇട്ട് വെച്ചിരിക്കുന്നത്? ആണല്ലേ. യാ, അപ്പൊ ഇവിടെ എല്ലാത്തിനും റിഹേഴ്സലിനും പ്രാക്ടീസിനും. അവക്കാഡോ നമ്മളെടുത്തുണ്ട്. ഓ ഓക്കെ ഓക്കെ. ഇത് ദൂരാൻ സീസൺ ആണ്, പക്ഷേ അങ്ങോട്ട് കേറാട്ടോ ആണെങ്കിൽ. വേണ്ട, ആയിട്ടില്ല ഉണ്ടായിട്ടില്ല. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാം കൂടെ എത്ര മുറിയുണ്ട്? ഇതില് 6 ബെഡ്റൂം. 6 ബെഡ്റൂം. ഞാൻ വേണ്ടിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് പോകും. ഇത് അത്യാവശ്യം ചെടികളും ഒക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ഹോം. ദേ പുറകിൽ നിൽക്കുന്നുണ്ടോ നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ. പക്ഷെ മുളകുണ്ടായിട്ട് അവര് പുഴു പോലെ വന്നു. ഓ, മുളക് ഒരു ലിറ്റിൽ വൈറസ് പിടിച്ച അതിലൊരു പൂവാങ്കുറുന്തല്ല തീ നിപ്പുണ്ട്. ദേ പാവയ്ക്കുട്ടി നിൽക്കുന്നു. ഇത് കറിവേപ്പിലയും ഒരു പാവലും നിൽക്കുന്നു. ഒരു ചെടി നിൽക്കുന്നു. ഇതൊന്നുമില്ല. കറിവേപ്പിലയുടെ അമ്മക്കുട്ടി നിൽക്കുന്നു. അതുപോലെ പിന്നാമ്പുറത്ത് നോക്കിയേ, സ്ഥലം കിടക്കണ നോക്കിയേ. സ്ഥലം ഇഷ്ടം പോലെയാന്നേ, വീടുകളിലെല്ലാം ഇഷ്ടം പോലെ സ്ഥലം. എന്നാൽ അവിടെ ഫോറസ്റ്റ് ഫീലും ഉണ്ട്. അപ്പോൾ ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണിത്. എൻവറോൺമെൻ്റൊക്കെ സോ നൈസ്. ദ ഫ്രഷ് എയർ നമുക്ക് ശ്വസിക്കാം. ഇല്ല രാജീവ്? യാ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. അടിപൊളി അടിപൊളി. പ്രൊവൈഡ് ചെയ്യുന്ന ക്വാർട്ടേഴ്സ് ആണ്. ശ്രീ രാജീവ് ഇവിടെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. സോ വെൻ യു ദ കോൺട്രാക്ട് 3 കൊല്ലം കഴിഞ്ഞ് ചേഞ്ച് ചെയ്യുമ്പോൾ സെയിം വീട് തരൂ. പിന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ ഈ ഡൈനിങ് ടേബിൾ ആരിട്ട് വന്നു? ഇത് കംപ്ലീറ്റ് മിനിസ്റ്റർ ആണ്. ആണ്.
അപ്പൊ ഫർണിഷ്ഡ് വീടാണ് തരുന്നത്, ഫുള്ളി ഫർണിഷ്ഡ്. ഒന്നും നമ്മള് ഇതോ ഈ യൂട്ടൻസിൽസ് ഒക്കെയോ ഇതൊക്കെ എന്റേതാണ്. ഓക്കെ. ചിലപ്പോ ഞാൻ പറഞ്ഞു ഗസ്റ്റ് വരുന്നത് കൊണ്ട് നമുക്ക് ബ്ലാക്ക് ടീ വേറെ, ഗ്രീൻ ടീ, കോഫി അത് വേറെ കോഫി. ഓക്കെ, ഗ്രേറ്റ്. എന്താ എന്റെ പൊന്നെ, ഈ പൊളിയാണല്ലോ. കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. ഇതിനെ മീൽ സേഫ് എന്നാ പറയണത് കേട്ടോ. ദിസ് വൺ ഇസ് മീൽ സേഫ്. ഇതുപോലൊരു മീൽ സേഫ് ഞങ്ങളുടെ കുഞ്ഞുനാളി ഉണ്ടായിരുന്നു. മീൽ സേഫ് കണ്ട കേട്ടാ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പേരിൽ അധികം ഇല്ല. യാ, സൂപ്പർ. ഇത് റൺവേ. ഇതാണ് റോയൽ ബ്രൂണൈ ക്യാമ്പസ്. ഇതാണ് ഇവിടെയാണ് ഫ്ലൈറ്റ് വന്നിരിക്കുന്നത്. റോയൽ ബ്രൂണൈ അത് ക്യാമ്പസ്, അത് RBA എന്ന് പറയും. റോയൽ ബ്രൂണൈ എയർലൈൻസ് അല്ലേ, അതിന്റെ ഓഫീസുകളൊക്കെ ചെയ്യുന്നതാണ്. റോയൽ ബ്രൂണൈ ഇവരുടെ എയർലൈൻസ് ആണ്. അതിനകത്താണ് ഫ്ലൈറ്റിൽ സൂക്ഷിക്കുക. മജസ്റ്റിയുടെ ഫ്ലൈറ്റുകൾ അതിനകത്താണ്. ഹയസ്റ്റ് പോയിന്റ് കണ്ടോ, ബ്രിഡ്ജ് ഇങ്ങനെ ഒരു കർവായിട്ട് വളഞ്ഞിരിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും, എത്ര സൗകര്യമാണ് പബ്ലിക്കിന് കിട്ടിയത്. എന്ത് നല്ല വളരെ ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു വളം പോലെ ചേർത്ത മരങ്ങളല്ലേ. നമ്മള് റെസിഡൻഷ്യൽ ഏരിയ കൂടെ കടന്നു പോകുമ്പോൾ സൺസെറ്റും അവിടെ ഇങ്ങനെ കാണാം. Look at the sunset. മനോഹരമായി പ്ലാൻ ചെയ്തിരിക്കുന്നു ഈ റോഡും ഇരുപുറത്തെ മരങ്ങളും. ഒരു തിരക്കുമില്ല, സമാധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. എബോർഡ് ഓഫ് പീസ്. നാട്ടിൽ കൊടുക്കുന്ന മലപ്പുറം തീരുള്ള ഫാമിലി ആയിരുന്നു വർഷം. ശരി, അതാണ് ശരിക്കും പ്രേംസ്വതം. പിന്നെ മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണിത്. സിറ്റിക്കകത്ത് തന്നെ ഇതുപോലെ കാടും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. വീടും കാടും എല്ലാം മഴ പെയ്താൽ റോഡിൽ കൂടെ ഈ കാണുന്നതാണ് കണ്ടാ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് കേട്ടോ. എല്ലാ ദിവസവും ഇവിടെ വരുമായിരിക്കും ഇവിടെ ഉള്ളപ്പോൾ പ്രൈം മിനിസ്റ്റർ അന്വേഷിക്കുന്നു. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് വലിയ ക്യാമ്പസാണ് കണ്ടോ. ഇതിൽ ഒരു സ്പെഷ്യൽ മോസ്ക് ഉണ്ട്, കേട്ടിരിക്കുന്നത് മാത്രം ഏരിയ. ഒമാനിലാണ് ഇതുപോലെ മോസ്കുകൾ സെയിം ഓക്കെ ഡിസൈനിൽ. ഓക്കെ, മറ്റേ സൈഡിലെത്തി ഞങ്ങള്. നോക്കി, ആ കാണുന്നത് മോസ്കാണ്. ഇത് ഈ കാണുന്ന മോസ്ക് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിനകത്തുള്ള മോസ്കാണ്. അപ്പൊ ആ മോസ്കില് പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനമുണ്ടോ? നമുക്ക് പോവാം, അകത്ത് തന്നെയല്ല ഉദ്ദേശിക്കാനൊക്കെ ഏറ്റവും കുഴപ്പമൊന്നുമില്ല. ഇത് ഈ മതിലും അത് തന്നെയാണോ പ്രൈം മിനിസ്റ്റർ? ഇതൊരു പാലസിന്റെ ഭാഗമാണ്. ഏതാ? ഇവിടെ ഒരു പാലസ് ഉണ്ട്. ഇങ്ങനത്തെ ബിൽഡിംഗ് ഉണ്ട്, അതിനകത്ത് ഇവിടെ ഒരു പാലസ് ആണ്. കൊട്ടാരങ്ങളാണ് ഇതിനകത്ത്. ഒരു ഭാഗം, അതായത് ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഇതൊക്കെ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. റോയൽ ഫാമിലി ആരെങ്കിലും താമസിക്കുന്നുണ്ട്. ഇത്രയും മുഴുവൻ അതിന്റെ കണ്ടിന്യൂഷൻ ലുക്ക്. ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ആണോ? ആ ഇത് പിന്നെ ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. അവിടെ ലൈറ്റ് ഉണ്ട്, അവിടെ വരെ. അതിൽ കാണുമ്പോ അറിയാം, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോവാ. ഇവിടുത്തെ എൻട്രി ആണ്. അപ്പോൾ അതിൽ പോവാണെങ്കിൽ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുടെ പിന്നീട് നമുക്ക് അടുത്തൊരു എൻട്രൻസ്. റോയൽ ഫാമിലി അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. ലൈറ്റ് കൂടുതൽ തെളിഞ്ഞു. കണ്ടോ അതിന്റെ വലിപ്പം? ഇവിടെ വരെ
കഴിഞ്ഞു. ഇതാണ് എൻ്റെ എൻഡ് കേട്ടോ. യെസ്, ഒരു കാറ് വന്ന് കിടക്കുന്നതാണ് കണ്ടല്ലോ എല്ലാവരും. യെസ്, കണ്ടോ? അങ്ങനെ പോയി അവസാനിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷൻ. ഒരു ഭംഗിയാ, അപ്പാർട്ട്മെന്റ്സ് കിടക്കണുണ്ട്. ഇതാണ് സ്റ്റിപ്രി, ഇവിടുത്തെ ഗേൾസ് സ്കൂൾ. സ്റ്റിപ്രി സ്കൂൾ ഇതൊരു സ്കൂളാണ്, സ്റ്റിപ്രി എന്ന് പറയുന്നത്. അതാണ് സോസ് ബോയ്സ് ഓൺലി ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ. അതിൽ ഇതാണ് ഇവിടെ ഒരു സ്കൂൾ ആ കാണുന്നത്. അത് ബോയ്സും ഗേൾസും മിക്സ് ആണ്, സംജ എന്ന് പറയും. അപ്പോൾ ഇത് ബോയ്സ്, അത് ഗേൾസ്, ഇത് മിക്സ് ആണ്. 3 സ്കൂൾ. ഇത് ബോയ്സ് ആണ്, ആദ്യം ഗേൾസ് ഉണ്ട്, ഇടയ്ക്ക് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ്. ഈ സ്കൂളിൽ വലുപ്പം നോക്കി എത്ര ഉണ്ടെന്നുള്ള എല്ലാം ഒറ്റ സ്കൂളിൽ കാണാം. സോസ് സുൽത്താൻ അമർലി സൈഫുദ്ദീൻ സെയിന്റ് ആൻഡ്രൂസ് ചർച്ച്. അല്ലല്ല, അവർ വന്നത് ഇവിടെ. നമ്മൾ അവിടെ സെന്റ് ജോർജസ് ചർച്ചാണ്. ഇവിടെ പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്. ആൾക്കാർ എവിടെ ഇരിക്കുന്ന ഇരിക്കുന്ന വേറെ സ്ഥലത്താണ് എന്റെ പറയില്ല. പള്ളിയില് സെയിന്റ് ജോർജസ് ഇതിലൊക്കെ ആർക്കും ആണെങ്കിലും കയറാം. കാർ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ചർച്ചിൽ. 2 പള്ളിയില്ലേ അപ്പുറം ഇപ്പുറം ഇല്ലേ? അവിടെ അകത്ത് കാർ ചെയ്യുന്നു, ഇത് വഴിയിലും ഒക്കെ രണ്ട് ഭാഗത്ത് ഹലോ അതുണ്ടാവും. ശരി ശരി. അത് ഏത് മോസ്കാണ് ആ പുറകിൽ കാണുന്നത്? ജാമി അസർ മോസ്ക്. ഇതിനകത്ത് നമുക്ക് റെയിൻബോ ഉണ്ട് അവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ സിറ്റിയാണ് അബ്ദുൽ റസാഖ്. അത് മുഴുവൻ ഇവിടെ. ഇതാണ് ഈ മോളിൽ നമ്മൾ പോണ കേട്ടോ. നമ്മൾ ഒന്ന് ഒരു ചുറ്റല് ചുറ്റി വരും കേട്ടോ. PASAR. ബസാർ മീൻസ് മാർക്കറ്റ്. മാലം നൈറ്റ്. നമ്മള് ബസാർ, അവര് ബസാർ. ബസാർ മാലം നൈറ്റ് മാർക്കറ്റ്. മാർക്കറ്റിൽ ഇപ്പോഴേ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. കുറച്ച് വേണമെങ്കിൽ ആൾക്കാർക്ക് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ കുറച്ച് ഡാർക്ക് ആകുമ്പോഴാണ് കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും. അതെ 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 അതെ. ഇത് കണ്ടു, ഒന്നുകൂടെ ഇതൊരു അബാൻഡ് ഏരിയ സംഭവം. അവസാനം ഇവർക്ക് വേണ്ടി വെച്ചുകൊടുത്തായിരുന്നു. ഇവര് വേണ്ടെന്നോ അങ്ങനത്തെ ഇതിനൊക്കെ പുറത്തൊക്കെ കൊടുത്തിട്ട് കുറച്ച് ചന്ത പിരിയുന്ന നേരം. ഇവിടെ പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഗ്രാമചന്ത കൂടുന്ന നേരമാണേ. ഓക്കെ, ഇതാണ് സംഭവം. മാത്രം കാറുകളായി കിടക്കുന്നേന്ന് നോക്കിയേ തട്ടുകട പോലെ ഇരിക്കുന്നുണ്ട്. നമ്മളൊരു കറക്കം കറങ്ങി നൈറ്റ് മാർക്കറ്റ് അങ്ങനെ കാണുന്നു. ഇതാ നമ്മുടെ മോളിലേക്ക് പോകണ്ട. അതിന്റെയൊക്കെ സ്ട്രക്ചർ നോക്കിയേ. അല്ല, ദിസ് ഈസ് ദ മോൾ. ദിസ് ഈസ് ദ മോൾ. കണ്ടോ, ദി മോൾ. ദി മോൾ എന്നല്ലേ പേരുള്ളൂ. മോളിൽ കയറാം. പാർക്കിങ്ങിന് വേണ്ടി അങ്ങ് പോവാട്ടോ. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിന് നമ്മൾ കയറും. 2 ഡോളർ കൊടുക്കണം പാർക്ക് ചെയ്യാൻ. ഇവിടെ സൂപ്പർ സ്റ്റോറാണ് ഗിഡൻ മോൾ. Rajvilla is going. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇതാ അവിടെയും ഉണ്ട് എസ്കലേറ്റർ. ഇനിയും പോകണം. വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടുത്തെ
ഇനിയിപ്പോൾ നൈറ്റ് മാർക്കറ്റ് ആണ്. അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട് എന്ന്. കാര്യം അത് നൈറ്റിലല്ലേ ഉള്ളൂ. അപ്പം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നൈറ്റ് മാർക്കറ്റിൽ പോണ വഴിക്ക് നമ്മൾ കാണുവാണേ. മംഗോളിയൻ രീതിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ നൈറ്റ് മാർക്കറ്റിലെത്തി. അതിൻ്റെ പേരാണിത്, ഖസർ അൽ ബഗായ് നരഞ്ഞൻ ഗഡോം. ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ട്. ഇന്ന് 4th ഡേ ആണ് കേട്ടോ ഇവിടെ. സോ ഒന്ന് പറഞ്ഞേ രാജീവ്, വാട്ട് ഇത് നമ്മൾ പോകുന്നത് ഗഡോങ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നൈറ്റ് മാർക്കറ്റ്. ഇതാണ് മലയിൽ നമ്മൾ പറയുന്ന പേരാണ് പസാർ മാല. ഞാൻ അതിന്റെ പടം എടുത്തായിരുന്നു. പസാർ മാല നൈറ്റ് മാർക്കറ്റ് എന്ന് പറയും. ബ്രൂണയുടെ വലിയ പ്രത്യേകത, ബ്രൂണയിൽ കാണാൻ മലേഷ്യയിലൊക്കെ ഉണ്ടത്. രാത്രിയിൽ വളരെ ആക്റ്റീവ് ആയിരിക്കും ഇത്തരം റെസ്റ്റോറൻറ്റ് അതുപോലെ ഫുഡ്. എവറി ഡേ is open. But it will be more active on Fridays and Sunday nights. The holidays, yeah. Okay, let us have a look inside. We are starting the night market. Okay, and the bonne. നിറച്ച് റംബുട്ടാനും. മേഡം 20 എടുക്കണോ? 20 എടുത്ത് പോവാം. അതാ പറഞ്ഞത്. അല്ല, ഈ 2 ഭാഗം എടുക്കാം. ഓക്കെ. ഇത് കാണാൻ തന്നെ ഉണ്ടല്ലോ. ചക്കയുടെ ഒക്കെ എന്തൊക്കെ കളറായിരിക്കണേ നോക്കി. ചക്കയുടെ കളർ മാങ്ങ ജ്യൂസ് മുകളിൽ എഴുതിയിട്ടുണ്ട്. മാംഗോ ജ്യൂസ്. നാസി കട്ടാക്ക് മറ്റേ അത് നോക്കണോ? നാസി കട്ടോക്കല്ലേ ഇവിടുത്തെ ലോക്കൽ ഡിഷ് എന്ന് പറഞ്ഞേ. വേണ്ട നാസി കട്ടോ. ആണോ? ചേട്ടന് വേണോ ഏട്ടാ? നാസി കട്ടോക്ക് വേണോ? ഓക്കെ, നൈറ്റ് മാർക്കറ്റ് ഈസ് ഗോയിങ്.